ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എറണാകുളം വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഷർട്ടും വേസ്റ്റ് ടോപ്പും പാൻറ്റും എല്ലാം H&M ആണ്. ബാഗ് എന്ന് പറയുന്നത് സാറയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ വരെ ടൂ വീലറിന് പോയിട്ട് ടൂ വീലർ അവിടെ വെച്ചിട്ട് ബസ്സിന് കയറി. KSRTC ജെട്ടി ബസ്സിനാണ് കയറിയത്. ഞാൻ കയറിയപ്പോൾ തന്നെ ആകെ കൂടി വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് ഈ വിൻഡോ സൈഡിലത്തെ ഷട്ടർ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു കണ്ടക്ടറോട് പറയാമെന്നുള്ളതും പിന്നെ വിചാരിച്ചു വെയിൽ കൊള്ളാണ്ട് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്. എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റ് എന്ന് പറയുന്നത് 48 രൂപ ആൾ ടിക്കറ്റൊക്കെ തന്നു. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഷട്ടർ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ട് എന്ത് മിറാക്കിളാണെന്ന് മാത്രം അറിയില്ല. ഷട്ടർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാറ്റും വെളിച്ചവും കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. അപ്പോൾ ഫ്രണ്ട് പറവൂരാണ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാട്ടൊക്കെ കേട്ടാണ് പോകുന്നത്, ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവൾ പറവൂർ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് പറവൂർ ഞാൻ എത്തിക്കഴിഞ്ഞു. ഞാനപ്പോൾ അവളോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ എത്താറായി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ബസ്സിൽ കയറി. എൻ്റെ അടുത്ത് സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ ആളുടെ അടുത്തേക്ക് പോയിട്ട് ഞാനിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫ് വീഡിയോസ് എടുത്തു. അപ്പോൾ അവളെന്നോട് ചോദിച്ചു വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണോ. ഞാൻ പറഞ്ഞു വീഡിയോ എടുത്താൽ മതി, എനിക്ക് വ്ളോഗ് ചെയ്യേണ്ടതാണ് ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ ഞങ്ങൾ കുറേ വർത്താനം പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തണ വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. ഞങ്ങൾക്ക് കുറേ ടോപ്പിക് ഉണ്ടാവും സംസാരിക്കാനായിട്ട്. ഇനി മേനകയിൽ ഇറങ്ങി ഭാഗ്യത്തിനുള്ളിൽ കോട ഉണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. സമയം എനിക്ക് തോന്നുന്നു നട്ടുച്ച 12 മണി എങ്ങാണ്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യം എറണാകുളത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പണി എന്ന് പറയുന്നത് ഓവനിൽ കയറാമെന്നാണ്. ഓവനിൽ കയറി സ്നാക്സും ജ്യൂസും കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഓവനിലോട്ട് കയറിയാണ്. ഞങ്ങൾ കോളേജിൽ ഡിസൈനിങ്ങിന് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തന്നെയാണ്. അതിന് മുമ്പേ ഞാൻ MCA പഠിക്കുമ്പോഴും ഇവിടെ തന്നെയാണ് വന്നിട്ട് ഫുഡ് കഴിക്കാറ്. ഇവിടെ നല്ല സ്നാക്സ് കിട്ടും. സ്നാക്സ് മാത്രമല്ല സ്വീറ്റ്സും ഉണ്ട്. ഇത് സ്നാക്സിൻ്റെ സെക്ഷനാണ്, അപ്പുറത്ത് സ്വീറ്റ്സിൻ്റെ സെക്ഷനാണ്. കേക്കിനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് ഫുഡ് വന്നു. ഇത് മൽഗോവ മാംഗോ ചീസി കേക്കാണ്. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. മാംഗോൻ്റെ നല്ല ഫ്ലേവറിലുള്ളൊരു നല്ല കേക്ക്. പിന്നെ പഞ്ചാബി സമൂസ എന്നതും നോർത്ത് ഇന്ത്യൻ സമൂസ, നോർമൽ നമ്മുടെ സമൂസ പോലെയല്ല. പിന്നെ ഒരു ചിക്കൻ റോള്, 2 പാഷൻ ഫ്രൂട്ട്. അവിടുത്തെ മെയിൻ ജ്യൂസ് എന്ന് പറയുന്നത് പാഷൻ ഫ്രൂട്ടും മുന്തിരിയാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പാഷൻ ഫ്രൂട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഇതാണ്. അത് കഴിച്ച് വന്നപ്പോൾ തന്നെ ഏകദേശം വിശപ്പൊക്കെ മാറി. അങ്ങനെ ഷാരോൺ ഞാൻ കഴിക്കണ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഷാരോൺ വളരെ ഡീസൻ്റായിട്ട് സമൂസ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നല്ല പോസൊക്കെ ചെയ്ത്. ഇത് ഷാരോണിൻ്റെ കമ്മലാണ് കേട്ടോ. കസ്റ്റമൈസ്ഡ് കമ്മലാണ്. ഷാരോണിന് പേര് എഴുതിയേക്കണ കമ്മലാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് കമ്മൽ കണ്ടിട്ടില്ല. മാല കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്രോഡ്വേയുടെ ഭാഗത്തേക്ക് പോയി. ബ്രോഡ്വേയിലേക്ക് പോകാൻ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിലെ സ്റ്റാഫിന് ഡേറ്റ്സ് വാങ്ങാൻ വേണ്ടി പോയതാണ്. അവിടെ ഡേറ്റ്സിന് വളരെ വിലക്കുറവാണ്. ഒരു ബോക്സ് 1/2 kg ഉണ്ടാവും. 150-160 റുപ്പീസ് എങ്ങാണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ അറ്റത്താണ് മേത്ര ബസാറിൻ്റെ പോകുന്ന എൻട്രൻസിന് കഴിഞ്ഞിട്ട് ആ അറ്റത്തേക്കാണ് അവിടെ ആയിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ ഈദായിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഷോപ്പ്. ഇവിടെ ഡേറ്റ്സ് മാത്രമല്ല കേട്ടോ, നട്ട്സുകൾ, കരയാമ്പൂ, ഗ്രാമ്പൂ, കറുകപ്പട്ട, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് ബിരിയാണിയിലിടുന്ന എന്തോ ഇലയാണ്. ഇലയുടെ പേര് ഞാൻ സത്യത്തിൽ മറന്നു. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തതാണ്. പിന്നെ ചോക്ലേറ്റിന് സെക്ഷനാണ് കേട്ടോ. ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്, മറ്റേ ഉണ്ട പോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. അങ്ങനെ ചേഞ്ചൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും കുട പിടിച്ചിട്ട്, നല്ല വെയിലായിരുന്നു, കുട പിടിച്ചിട്ട് ഞങ്ങൾ മേത്ര ബസാറിൻ്റെ ഉള്ളിൽ കൂടി കയറാമെന്ന് വിചാരിച്ചു. ലേസ് വാങ്ങാനാണ്. മേത്ര ബസാറിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ് റോഡിലോട്ട് കിടക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടകളൊക്കെ ഇങ്ങനെ നോക്കി പോകാൻ നല്ല രസമാണല്ലോ, 2 സൈഡിലെ കടകളൊക്കെ സാധനങ്ങളൊക്കെ കണ്ടുപോകാൻ. അപ്പോൾ വിഷു റിലേറ്റഡ് ആയിട്ട് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലവർ ഇല്ലേ നമ്മുടെ കണിക്കൊന്നട, അതൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കടയുടെ പുറത്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഷാരോണിന് മഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. അവൾ മഗ്ഗിൻ്റെ ഇങ്ങനത്തെ ഒരു കളക്ഷൻ്റെ ഒരു ആളാണ്. അപ്പോൾ ഈ കാണുന്ന ലവ് ചിഹ്നത്തിൻ്റെ മഗ്ഗാണ് വാങ്ങിച്ചിരുന്നത്. ഒരെണ്ണം വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഐ തിങ്ക് 220 അങ്ങനെ അറൗണ്ട് 200 സംതിങ് എങ്ങാണ്ടായി. പിന്നെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ കണ്ടോ നല്ലോണം കണിക്കൊന്നടായ ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലവർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ ലേസ് സെൻറ്റർ, ഇത് കൃഷ്ണ ലേസ് സെൻറ്ററാണ്. അവിടെ കയറി ലേസ് വാങ്ങാൻ കയറിയതാണ്. കുറേ വാങ്ങാനുണ്ടായിരുന്നു, വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ലേസാണ് വാങ്ങിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് ഭീമ സിൽവറിലോട്ട് പോവുകയാണ്. സിൽവറിൻ്റെ കുറച്ച് ജുവല്ലറി വാങ്ങാമെന്നുള്ള പ്ലാനിനാണ് ആക്ച്വലി ഇന്ന് ഇറങ്ങിയേക്കണത് തന്നെ. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞങ്ങൾ കോൺവെൻറ്റ് ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്. അതിനിടയിൽ ഓട്ടോയിൽ ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മുഖം കണ്ടാൽ അറിയാം ആകെ കൂടി അവശ്യ ദേവിയിൽ കൊണ്ട്. ഈ ഷോപ്പ് കണ്ടോ, ഈ ഷോപ്പിൽ എന്താ പറയുക, ഒരു പച്ച കളറിലൂടെ തൂങ്ങിക്കിടക്കുന്ന സാധനം. അതിൽ കുറേ മറ്റേ ഹെഡ്ഫോൺ പോലത്തെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലത്തെ എന്തോ ആണ്, പക്ഷെ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ചേട്ടൻ അങ്ങോട്ട് എടുക്കുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് ആൾ തിരിച്ചിട്ട് വേറെ വഴി കൂടി എടുത്ത്. അങ്ങനെ ഞങ്ങൾ കല്യാൺ സിൽക്സിൻ്റെ അവിടേക്ക് എത്തി. അങ്ങനെ ഭീമയുടെ അവിടെ എത്താറായി. ഇതാണ് ഭീമ സിൽവർ. ഇതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്ന് ഞാനൊരു മോതിരം എടുത്തിട്ട് പോയി. പിന്നെ ബഡ്ജറ്റില്ലാത്തതുകൊണ്ട് വേറൊന്നും എടുത്തില്ല. ഷാരോണിനും മോതിരം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം മോതിരം കുറേ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന അത്രയും കളക്ഷൻസ് ഇന്നില്ല. അന്ന് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ കളക്ഷൻ ഔട്ടായതായിരിക്കും. ഞങ്ങൾ എന്നിട്ട് കുറേ മോതിരങ്ങൾ ട്രയൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഇവൾ 2 മോതിരം ഫൈനലൈസ് ചെയ്തതാണിത്. ഇതിൽ ഒരെണ്ണമാണ് എടുക്കുന്നത്. ഏതാണെന്ന് നിങ്ങൾ തന്നെ പറ, ഇതിൽ ഏത് മോതിരമായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ചെയിനും പെൻഡൻറ്റും കൂടി ഉള്ള സെറ്റ് നോക്കി. ഈ മാല ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവളായിട്ട് തന്നതും ഊരി തന്നതൊക്കെ ഇതെന്ന് പറയുന്നത് ഒരു 2000 അറൗണ്ട് ആയിട്ടാണ്. പിന്നെ ഞാൻ എടുത്ത ചെയിൻ ഇതാണ്. ഇത് 600 അറൗണ്ട് ആയിട്ടുള്ളൂ. നല്ല ചെയിനാണ്, മീൻസ് നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു ചെയിനാണ്. പിന്നെ ഞങ്ങൾ ബില്ലിടാൻ വേണ്ടി കൊടുത്തു. ആക്ച്വലി ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. പക്ഷേ ചേട്ടൻ അവിടുത്തെ കസ്റ്റമർ സർവീസ് ഈ പ്രാവശ്യത്തെ അത്ര നല്ലതായിരുന്നില്ല. ഒരു ചേട്ടനായിരുന്നു. ആ ചേട്ടൻ ഇങ്ങനെ ലാങ്കിയായിരുന്നു, കാണിച്ചു തരാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പം അവളൊരു മോതിരവും ഞാനൊരു ചെയിനും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വേറെ എല്ലാ ആംഗ്ലറ്റും അങ്ങനെയൊക്കെയുള്ള നോക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവരുടെ പാക്കിങ് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ബില്ലടിക്കുന്ന അവിടുത്തെ ചേട്ടനൊക്കെ നല്ലതാണ്. അങ്ങനെ ഇതാണ് കവറ്. അങ്ങനെ അവിടെ നിന്ന് നേരെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പൂജ സിൽവർ എന്ന് പറയുന്നത്. അങ്ങനെ പൂജ സിൽവറിൻ്റെ സെക്ഷനിലോട്ട് പോയി. പൂജ സിൽവറിൻ്റെ ഇതിൽ ഞങ്ങൾ പെൻഡൻറ്റും ലോക്കറ്റും നോക്കാൻ വേണ്ടിയാണ് പോയത്. പെൻഡൻറ്റും ലോക്കറ്റിൻ്റെ കളക്ഷൻ അവിടെ കാര്യമായിട്ടില്ല. ഇത് ആംഗ്ലറ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആംഗ്ലറ്റ്. അവൾക്ക് നോക്കിയതാണ്, അപ്പോൾ അവളുടെ കാലിനത് പറ്റുന്നില്ല. ആക്ച്വലി ഇവിടെ കസ്റ്റമൈസേഷൻ ഇല്ല, ഉള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മോതിരം നോക്കി, അവൾക്ക് ഈ 2 നല്ല രസമില്ലേ 2 മോതിരം കാണാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾ എടുത്തില്ല മോതിരം. പിന്നെ ഞങ്ങൾ കമ്മൽ ട്രയൽ ചെയ്തു. ഞാൻ കമ്മൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സൂം ചെയ്തതാണ്, പക്ഷെ കാണില്ല, വളരെ നേരിയ കമ്മലാണ്. ഞാൻ എന്തായാലും സിൽവറിൻ്റെ കളക്ഷൻ്റെ ഒരു വ്ളോഗ് എന്തായാലും ചെയ്തുതരാം. എന്തൊക്കെയാണ് വാങ്ങിച്ചത്, റേറ്റ് എങ്ങനെയാണ്, എവിടെ നോക്കിയാണ് എന്നുള്ളത് ഞാൻ വേറൊരു ബ്ലോഗിൽ പറഞ്ഞുതരാം. ഞാനപ്പോൾ അവളോട് അഭിപ്രായം ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഈ കമ്മൽ വേണോ ആ കമ്മൽ വേണോ എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ മുടിയൊക്കെ അഴിച്ചിട്ട് ഞാൻ മിറർ അവിടെ കുറേ മിറർ ഉണ്ട് കേട്ടോ, മിറർ സെൽഫി എടുത്തു. അപ്പോൾ ഇതാണ് പൂജ സിൽവറിൻ്റെ ഉള്ളിലത്തുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല കസ്റ്റമർ സർവീസും നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾ എന്തായാലും ട്രയൽ ചെയ്യുക. ഇൻസ്റ്റയിൽ അത്യാവശ്യം ഒരു ഇത് ഉണ്ട്. അങ്ങനെ പൂജയിൽ നിന്ന് ഞങ്ങൾ 2 പേരും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇറങ്ങിയത്. ഇത്രയും വാങ്ങണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ 2 കവറൊക്കെ കിട്ടി. ഞങ്ങൾ അവിടെ നിന്ന് സെൻട്രൽ സ്ക്വയറിലോട്ട്, ഇതാണ് പൂജ സിൽവറിൻ്റെ ഔട്ട് സൈഡ് എന്ന് പറയുന്നത്. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിലോട്ടേക്ക് ഇറങ്ങി. സെൻട്രൽ സ്ക്വയറിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ 3 മണിയൊക്കെ കഴിഞ്ഞു തോന്നുന്നു. വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് സെൻട്രൽ സ്ക്വയറിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്നിരുന്നപ്പോൾ എപ്പോഴും സെൻട്രൽ സ്ക്വയറിൽ തന്നെയാണ്. ഇപ്പോൾ കുറേ വർഷമായിട്ട് പോയിട്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാനും സിനിമ കാണാനും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഞങ്ങൾ ഫേവറേറ്റ് ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിലോട്ട് കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എവിടെ പോയാലും ഞങ്ങൾ അവസാനം എന്തിലോട്ട് എത്തുമെന്ന് പറയുമോ, KFCയിലോട്ട് എത്തും കഴിക്കാനായിട്ട്. ആലോചിച്ച് വെറൈറ്റി ആലോചിച്ചിട്ട് അവസാനം KFCയിലോട്ട് എത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ 2 പേരും. അങ്ങനെ ഇവിടെ നിന്ന് നേരെ ഫുഡ് കോർട്ടിലോട്ട് മുകളിലോട്ടൊക്കെയാണ് പോയത് KFC കഴിക്കാനായിട്ട്. ഇത് കണ്ട് ഈ ബസ് നല്ല രസമുള്ള കാണാനായിട്ടും. ഞാൻ ഷാരോണോട് പറഞ്ഞു, നമുക്ക് ഈ ബസ്സിൽ കയറിയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്നുള്ളത്. ഭയങ്കര ഫാൻറ്റസി ആയിട്ടുള്ളൊരു സാധനം. പക്ഷെ അവൾ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ വമ്പിച്ച കോമഡി ആയിരുന്നു. അതിൽ വാച്ച്മാൻ ചേട്ടൻ ഭയങ്കര ചിരിയൊക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്താണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നാലേ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ ചിരിയാണ് ആ വീഡിയോയിൽ കണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് KFCയുടെ അവിടേക്ക് എത്തി. ബില്ലടിക്കാൻ കുറച്ച് സമയം എടുത്ത്. എന്ത് വേണം എന്ന് അവസാനം ഒരു ബക്കറ്റ് ചിക്കൻ തന്നെ പറഞ്ഞു. 4 പീസിൻ്റെ ബക്കറ്റ് ചിക്കൻ പറഞ്ഞു. പിന്നെ പ്രൈസും പറഞ്ഞു. അങ്ങനെ ഓർഡർ കൊടുത്ത് അപ്പം തന്നെ കിട്ടി. പക്ഷെ പണ്ടത്തെ പോലെ എന്താ പറയുക, KFCക്ക് വലിയ തലം പിടിച്ച് പോകണതുണ്ടാവും. KFCക്ക് വലിയ ടേസ്റ്റില്ല, ഭയങ്കര എണ്ണമായി വരുന്നു. പിന്നെ അവൾ ബർഗറും പെപ്സിയും പറയാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയി. ഷോപ്പിൻ്റെ പേര് ആക്ച്വലി ഞാൻ മറന്നുപോയി.
ഇവിടുത്തെ ബർഗർ അവൾ നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ബർഗറും പെപ്സിയും വാങ്ങാൻ അവൾ അങ്ങോട്ട് പോയി. ഞാൻ KFC ചിക്കനായിട്ട് അവിടെ ആ സീറ്റിലിരുന്നു. പോപ്പോയ്സാ അങ്ങനെ എന്തോ എന്ന് തോന്നുന്നു പേര്. അങ്ങനെ ബർഗറും പെപ്സിയും വന്നു. ഈ വലിയ ഗ്ലാസ് അവൾക്കും ചെറുത് എനിക്കും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ KFCയുടെ ചിക്കൻ ഫ്രൈസ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ KFC കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി ബർഗറിൻ്റെ സെക്ഷൻ തീർക്കണം. ബർഗർ 2ആക്കി മുറിച്ചിട്ട് ബർഗർ കഴിക്കാനിരുന്നു. ബർഗർ ക്ലാസിക് ബർഗറാണ്. അവൾ പറഞ്ഞു അവിടുത്തെ സ്പൈസി നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടും സ്പൈസി പേഴ്സൺ അല്ല. പിന്നെ അത് കഴിഞ്ഞ് ബാത്റൂമിലോട്ട് പോയി. ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിന് പുറത്തുള്ള മിറർ വെച്ചിട്ടുള്ള കലാപരിപാടികളാണ്. മിറർ കാണുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിറർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നിർബന്ധിച്ച് എനിക്ക് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിൻ്റെ പുറത്തുള്ള ബാൽക്കണിയുടെ അവിടെ പോയിരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുമായിരുന്നു. നല്ല ഐസ്ക്രീമാണ്. 2 ഐസ്ക്രീമിന് 39 രൂപയും കണ്ടുള്ളൂ. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ഇരുന്നു. പുറത്തെ വ്യൂസൊക്കെ ഞങ്ങളവിടെ കുറച്ച് നീങ്ങിയിട്ടുണ്ടെന്ന് ഞങ്ങൾ ഫ്ലാറ്റ്, കലൂർ പ്രസിഡൻസി ഫ്ലാറ്റ്. പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ആകാശമൊക്കെ നോക്കി നല്ല ഭംഗിയില്ലേ. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവൾ പറഞ്ഞു നമുക്ക് ലിഫ്റ്റിന് ഇറങ്ങാം. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഇതിൽ ഇറങ്ങാം, എസ്കലേറ്ററിൽ ഇറങ്ങാം. അങ്ങനെ ഷോപ്പൊക്കെ കാണാൻ വല്ല ഓഫറൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നൈക്കയിൽ കയറി. ഞാനപ്പോൾ അവൾക്ക് കെമിക്കൽ പീലിംഗ് റെക്കമെൻഡ് ചെയ്തിരുന്നു ഓർഡിനറിയുടെ. അപ്പോൾ അവളത് ട്രയൽ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിച്ചു. ഇത് പുതിയ ഷോറൂമാണ് കേട്ടോ, നമ്മുടെ സെൻട്രൽ സ്ക്വയറിൽ 5 മാസം എങ്ങാണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇവർ ഓപ്പൺ ആയിട്ട്. പിന്നെ അത് ഞാൻ ലിപ്സ്റ്റിക് കണ്ടപ്പോൾ ലിപ്സ്റ്റിക്ക് ട്രയൽ ചെയ്യാൻ നിന്ന്. എനിക്കിപ്പോൾ ലിപ്സ്റ്റിക്കിനോടൊരു പ്രത്യേക ഒരു അഡിഷൻ ഉണ്ട്. അപ്പോൾ ഇത് വെൽവെറ്റ് കളറാണ്. എനിക്ക് ഡാർക്ക് ഷെയ്ഡ് പറ്റുള്ളൂ, ന്യൂഡ് ഷെയ്ഡ് പറ്റില്ല. ആ കുട്ടി നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. നന്നായി സപ്പോർട്ട് ചെയ്തിട്ട് ട്രയൽ വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല മാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഈ ഷെയ്ഡ് വാങ്ങിക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും വാങ്ങിക്കണം. ഞാൻ വിചാരിച്ചു നമ്മൾ ഷോപ്പിൽ പോയി ട്രയൽ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷെയ്ഡ് അറിയാൻ പറ്റും. ഞാൻ ഓൾമോസ്റ്റ് ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രയൽ ചെയ്തത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്ക് ട്രയൽ ചെയ്യാനായിട്ട് 2-3 വാങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെട്രോ എടുത്തിട്ട് വൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നിൽ നോക്കുമ്പോൾ അവളെ കാണാനില്ല. അവൾ ടിക്കറ്റ് അത് എടുക്കുന്നുണ്ടായിരുന്നില്ല എൻട്രി കയറി വരാനായിട്ട്. അങ്ങനെ മെട്രോയിലോട്ട് പോയി. ഞങ്ങൾ സാധാരണ KSRTC സ്റ്റാൻഡിൽ പോയിട്ടാണ് ബസ് കയറി പോകാറ്. പക്ഷെ അത് കിട്ടുന്നത് അവിടെ വളരെ കുറവാണ് KSRTC ബസ്. അങ്ങനെ ഞങ്ങൾ മെട്രോയുടെ ഉള്ളിലൊക്കെ കയറി. വൈറ്റില ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് സ്റ്റോപ്പ് മറന്നുപോയി. അടുത്തിരിക്കുന്ന കുട്ടീനോട് ചോദിച്ചിട്ടാണ് വൈറ്റില സ്റ്റോപ്പിലോട്ട് ഇറങ്ങിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിന് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റില മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നാവുമ്പോൾ കൊടുങ്ങല്ലൂർക്ക് എപ്പോഴും പ്രൈവറ്റ് വണ്ടികളുണ്ട്, ലിമിറ്റഡ് സ്റ്റോപ്പ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറി ബസ്സിൽ കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത്.